ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ചിക്കൻ്റെ ഒരു അടിപൊളി വെറൈറ്റി ഡിഷുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഇത് ഉണ്ടാക്കുന്നത് എൻ്റെ കുഞ്ഞുമ്മ ഷായിത്ത, അതായത് എൻ്റെ ഉമ്മയുടെ അനിയത്തി ഷായിത്തയാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ ഫുഡ് ഉണ്ടാക്കി തരുന്നത്. എല്ലാവർക്കും ഷായിത്തനെ നല്ല പരിചയമാണെന്നറിയാം. കാരണം എന്താ വെച്ചാൽ എൻ്റെ പഴയൊരു വീഡിയോ, മറ്റേ കൈപ്പയ്ക്കയുടെ വീഡിയോ എല്ലാവരും കണ്ടു കാണും. കാണാത്തവർക്കായിട്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, എല്ലാവരും കാണാം. ആ വീഡിയോയിൽ ഞങ്ങൾക്കായിട്ട് കൈപ്പയ്ക്ക ജ്യൂസ് ഉണ്ടാക്കി തരുന്ന ആളാണ് ഈ ഷായിത്ത. ഷായിത്താണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഡിഷ് ഉണ്ടാക്കി തരുന്നത്. സംഭവം ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെ, അതായത് ചെറിയവർക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വെറൈറ്റി, വലിയ ആൾക്കാർക്കായാലും ചെറിയ ആൾക്കാർക്കായാലും പ്രായം കൂടിയവർക്കായാലും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന സിമ്പിൾ അടിപൊളി ചിക്കൻ്റെ ഒരു ഡിഷ് തന്നെയാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഷായിത്ത പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചിക്കൻ ഒരു മണിക്കൂർ മുമ്പ് തൈര്, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം തേച്ച് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ചിക്കൻ ഒന്ന് കഴുകിയിട്ട് കൊണ്ടുവരും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും, ഈ മസാല ഒക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവുകയും ചെയ്യും. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി അരച്ചത്, അതേപോലെ തന്നെ ഉപ്പ്, പിന്നെ സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, അതേപോലെ തന്നെ കുറച്ച് കച്ചപ്പ് മീൻസ് തക്കാളി സോസ് അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നുകൊണ്ട് ഞരണ്ടി അങ്ങോട്ട് കൊടുക്കുക, അതായത് മിക്സ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യണം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ചേരുവകളെല്ലാം ചിക്കനിൽ നന്നായി പിടിക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ മസാല ഒക്കെ അതിലേക്ക് ശരിക്കും പിടിക്കാൻ വേണ്ടി. അതിനുശേഷം നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മൈദ 4 ടേബിൾ സ്പൂൺ, അതേപോലെ തന്നെ കോൺഫ്ലവർ 2.5 ടേബിൾ സ്പൂണും, അത് മിക്സ് ചെയ്യാൻ പാകത്തിന് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനിടയിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്ത് ആ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ പകുതി കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ് ഒക്കെ കൂട്ടി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ചും കൂടി വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ച് നമുക്കൊന്നും കൂടി ലൂസാക്കി എടുക്കാം. 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ് നമുക്ക് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്ത് നല്ല ലൂസ് പരുവത്തിലാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള സ്റ്റെപ്പിലേക്ക് പോകാം. അതിനായിട്ട് നമുക്കൊരു ചീഞ്ചട്ടി ചൂടാക്കി വയ്ക്കാം. അതിലേക്ക് നമുക്ക് 2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. ചൂടായതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ചിക്കനും ആ സോസിലേക്ക് മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം.
ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചിക്കൻ അധികം മൊരിയാൻ പാടില്ല. അതിനായിട്ട് നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെല്ലാം കഴിഞ്ഞ് നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമുക്കൊരു പരിപാടിയും കൂടി ഉണ്ട്. അതിനു വേണ്ടി നമുക്ക് ബാർബിക്യൂ സോസ് വേണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് റെഡ് ചില്ലിയുടെ ഷെഹ്വാൻ സോസ്. ഇത് രണ്ടും കൂടിയിട്ട് നമ്മളൊരു ഫ്രൈ പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് മിക്സ് ചെയ്യും. ഏകദേശം ഒരു 7-8 മിനിറ്റോളം ചെറിയ ചൂടിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഈ ചിക്കൻ ഈ സോസിൽ. നിങ്ങളെ കൊതിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല നമുക്കുള്ളത് കേട്ടോ. നിങ്ങളിത് വീട്ടിലെന്തായാലും ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ഇടണം, അഭിപ്രായങ്ങൾ ഇടണം. ഓക്കേ. അപ്പോൾ ഞാൻ ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു ബൈറ്റ് ഞാൻ എടുക്കണം. ഓക്കെ. സൂപ്പർ, ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. നമുക്കൊന്ന് മയോണൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര ടേസ്റ്റാണ്, നല്ല സൂപ്പർ. ഞാൻ എന്താ പറയുക, ഈ ഷൂട്ടിന് വേണ്ടി പറയല്ല, നല്ല ഉഗ്രൻ ടേസ്റ്റാണ്, സൂപ്പറാണ്. നിങ്ങളെന്തായാലും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം. ഓക്കെ. ചുറ്റുള്ളതല്ല, മൊത്തത്തിൽ നമുക്കൊന്നും കള്ളത് കഴിച്ചു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ്.